സത്യവാങ്മൂലം സച്ചിദാനന്ദൻ. കൂട്ടരെ, ഇനി എനിക്ക് ചിലത് പറയാനുണ്ട്. സ്വാസ്ഥ്യം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത എൻ്റെ മനസ്സ് ഇന്ന് സമുദ്രം പോലെ പ്രശാന്തമായിരിക്കുന്നു. ജ്വലനൃത്തങ്ങൾക്കും പോർശിരികൾക്കും മീതെ പെട്ടെന്നൊരു പച്ചില വന്ന് വീണതുപോലെ എൻ്റെ മനസ്സ് എപ്പോഴും ഉന്മാദത്തിൻ്റെ വക്കിൽ വട്ടമിട്ട് പറന്നിട്ടുണ്ട്. മരണത്തിൻ്റെ തകിടുകളിൽ ഒരു പുൽച്ചാടിയുടെ പച്ചയായ പരിസരബോധത്തോടെ അത് ചാടി നടന്നിട്ടുണ്ട്. ദർശനങ്ങളുടെ ഋതുഭേദങ്ങളാൽ എൻ്റെ കൗമാരം പിച്ചു ചീന്തപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പാടി പെയ്തു പോയ പാട്ടുകളുടെ മോടിയായ വൈപരീത്യം തൂർത്തിൻ്റെ ഒഴിയാറായ മടിശീല പോലെ എന്നെ ദീർഘവീക്ഷണം പഠിപ്പിക്കുന്നു. എൻ്റെ കഴിഞ്ഞുപോയ വേനലുകൾ അവയുടെ അഗ്നിയിൽ എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. മൗനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇരുണ്ട തീരങ്ങളിൽ നിന്ന് ഞാൻ പിന്നെയും ജീവിതത്തിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു. ദാരിദ്ര്യവും ദുരിതവും ചേർന്ന് കുഴിച്ചെടുത്ത നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ പിന്നെയും എന്നെ തന്നെ കണ്ടെത്തുന്ന പോലെ. പണിയെടുത്ത് തയമ്പിച്ച കൈകളുള്ള ഒരു കർഷകനായിരുന്നു എൻ്റെ അച്ഛൻ. കുട്ടിക്കാലത്തെന്ന പോലെ അച്ഛൻ്റെ കൂടെ ഇപ്പോഴും ഞാൻ പുതുമണ്ണ് കിളച്ചു മറയ്ക്കുന്നു വചനങ്ങളോടെ. എന്നെങ്കിലും ഈ മണ്ണിൽ മുളയെടുക്കുന്ന പച്ചപ്പിൻ്റെ അടിയിലെവിടെയോ എൻ്റെ ഉപ്പിൻ്റെ ഒരു തുള്ളിയും ഉണ്ടായേക്കാം. അതിലേറെ എന്താണ് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുക കൂട്ടരെ, വാഗ്ദാനങ്ങളാൽ നിഹങ്കരിക്കപ്പെട്ട ഈ ഭൂമിയിൽ. 2. നമ്മുടേത് ഒരു തുറങ്കണ്ണിൻ സമയമാണ്. എൻ്റെ ഒരു സഹപാഠി ആത്മഹത്യ ചെയ്തു. 2 മിത്രങ്ങൾ വിഷം കഴിച്ചു. 3 പേർക്ക് ഇപ്പോഴും ഭ്രാന്താണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നോടൊന്നും ചോദിക്കരുത്. നമ്മുടേത് ഒരു പ്രേതമുഹൂർത്തമാണ്. എൻ്റെ അച്ഛൻ ദൈവകാരണത്താൽ വെള്ളമിറക്കാതെ ചത്തുപോയി. എൻ്റെ പെങ്ങൾ മരിക്കാനൊരുങ്ങി നാടുവിട്ടു. എൻ്റെ അനിയൻ വിമോചനത്തെക്കുറിച്ച് സംസാരിച്ചതിന് ജയിലിലാണ്. അവൻ്റെ അമ്മയ്ക്കും ഏട്ടനും ഇപ്പോൾ ഭ്രാന്താണ്. എനിക്കിതിൽ കൂടുതലായി ഒന്നും അറിഞ്ഞുകൂടാ. എന്നോടൊന്നും ചോദിക്കരുത്. ചക്രവർത്തി നഗ്നനാണെന്ന് വിളിച്ചു പറയുന്ന പഴങ്കഥയിലെ കുട്ടിയാണ് ഞാൻ. ഒരു വീടിനും ഉൾക്കൊള്ളാനാകാത്ത ഒരു മുറിയാണ് ഞാൻ. ഒരു ശരീരത്തിനും ഒതുങ്ങാനാകാത്ത ഒരു മനസ്സാണ് ഞാൻ. കരുത്തനായ ഒരു പുത്രനു വേണ്ടി നിലവിളിക്കുന്ന ഗർഭപാത്രമാണ് ഞാൻ. 3. എനിക്ക് അമരത്വം വേണ്ട. രൂക്ഷമായ വെറുപ്പുകളും അതിലും രൂക്ഷമായ സ്നേഹമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. തൊണ്ടയിടറുകയും കണ്ണ് കലങ്ങുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വൃത്തവും പ്രാസവും മറന്നുപോകുന്നു. എൻ്റെ വൃത്തം ഓടയിൽ പെറ്റുവീണ കുഞ്ഞിൻ്റെ നിലവിളിയുടെ വൃത്തമാണ്. എൻ്റെ പ്രാസം തടവറയിലെ കർഷകൻ്റെ പക നിറഞ്ഞ പേശികളുടെ പ്രാസമാണ്. നമുക്ക് ആഡംബരങ്ങൾക്കും വളച്ചുകെട്ടുകൾക്കും നേരമില്ല. ലളിതമായ വാക്കുകൾ നാം പിന്നെയും നിർത്തി ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈഴയും ദൂരയും പീഡവും സ്വപ്നവുമെല്ലാം ഈ നിമിഷത്തിൽ എറിഞ്ഞൊരുക്കി ഉർമികൾ വാർക്കേണ്ടിയിരിക്കുന്നു. കവിത അഭയവും പ്രവർത്തനവുമാണ്. വിതയും കൊയ്ത്തുമാണ്. തേൻകുടും മിഴാവും കടലും മുക്കവനുമാണ്. 4. കൂട്ടരെ, നാമാണ് പഴയ ആനക്കഥയിലെ കുരുടന്മാർ. നമ്മുടെ തലയെണ്ണയിൽ വിഷം നിറച്ചു വെച്ച് നാം സ്നേഹം അന്വേഷിക്കുന്നു. നമ്മുടെ കാൽ കീഴിൽ ടൈം ബോംബുകൾ പുകയുമ്പോൾ നാം വാക്കുകൾ മറന്ന് നടൻ്റെ ഭാഗം അഭിനയിക്കുന്നു. നാം 2 കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നു. 2 നാവ് കൊണ്ട് സംസാരിക്കുന്നു. കാമുകൻ്റെ ചുംബനം കാമുകിയെ തടവറയിലാക്കുന്നു. ഭർത്താവ് വിളക്ക് കെടുത്തുന്നത് ഭാര്യയുടെ കഴുത്ത് ഞെരിക്കാനാണ്. അതിഥി മുറിയിലെ ചിരികൾക്ക് ഒറ്റക്കാശിൻ്റെ തിളക്കമാണ്. ഉദ്യാനത്തിലെ സൂര്യകാന്തികൾക്ക് കുരുതിച്ചോരയുടെ ഗന്ധമാണ്. നമ്മുടെ പകലുകൾക്കിടയിലൂടെ ഒരു രാത്രി വളരുന്നു. നമ്മുടെ നിദ്രകൾക്കിടയിലൂടെ ഒരു സൂര്യൻ ഉദിക്കുന്നു. 5. സ്വാതന്ത്ര്യം നൊന്തുപെറ്റ കുഞ്ഞിനെ പൊരിച്ചു തിന്നുന്ന അമ്മയുടെ അലമുറയിടുന്ന ഉദരമായി മാറുമ്പോൾ, നീതി സത്യം പറയുന്ന ഹൃദയം തുളയ്ക്കുന്ന വെടിയുണ്ടയായി മാറുമ്പോൾ മണി മുഴങ്ങുന്നു. നർത്തകിയുടെ ചിരി ഒരു ദംഷ്ട്രം മറച്ചു വയ്ക്കുമ്പോൾ, എഴുത്തുകാരനും ചിത്രകാരനും ജനങ്ങൾക്ക് പിറകിൽ ഒരു കത്തി കൈമാറുമ്പോൾ, പള്ളിയും പള്ളിക്കൂടവും ന്യായകോടതിയും നിയമസഭയും നേരുമറയ്ക്കുന്ന മതിലുയർത്തുമ്പോൾ മണി മുഴങ്ങുന്നു. നഗരങ്ങൾക്കും മനസ്സുകൾക്കും തീ പിടിക്കുന്നു. മണി മുഴങ്ങുന്നു. വസന്തം മുഴങ്ങുന്നു. ഞാൻ പോകുന്നു. ദുരിതം കണ്ട രാജകുമാരൻ അവൻ്റെ ബോധിയിലേക്ക് പോകുന്നതുപോലെ ഞാൻ പോകുന്നു. അസ്ത്രം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്, ചോദ്യം അതിൻ്റെ ഉത്തരത്തിലേക്ക്.
ഇല അതിൻ്റെ വൃക്ഷത്തിലേക്ക് പോകുന്നത് പോലെ ഞാൻ പോകുന്നു. മത്സ്യം അതിൻ്റെ സമുദ്രത്തിലേക്ക് പോകുന്നത് പോലെ ഞാൻ പോകുന്നു. കാലമാവുന്നു, ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു.